ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിച്ച്. എത്ര രമണീയമാണ് ഈ പ്രകൃതി അല്ലേ? ആ പല നിറമുള്ള പൂക്കളാൽ അലങ്കൃതമാണ് നമ്മുടെ ഭൂമി. നമ്മുടെ ഈ പ്രകൃതിയുടെ രീതിയെ കൂടുതൽ വേഗത്തിലാക്കാൻ, അതായത് ചെടികൾ വേഗത്തിൽ പുഷ്പിക്കാനും പെട്ടെന്ന് തൈച്ചെടി ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ നമ്മൾ ചില മാർഗങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് വേറൊരു മാർഗം കൂടി ഇവിടെ പഠിക്കണം. പുതിയ തൈച്ചെടി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതുപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ പലവിധ പുഷ്പങ്ങൾ, പല നിറമുള്ള പുഷ്പങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആ രീതിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ചെടിയുടെ മുകുളം മീൻസ് ബഡ്, അതെടുത്ത് മറ്റൊരു ചെടിയുടെ സ്റ്റെമ്മിൽ ഒട്ടിക്കണം. അതിൻ്റെ പേരാണ് ബഡ്ഡിങ്. കുട്ടികളെ, വാട്ട് ഈസ് ബഡ്ഡിങ്? അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. എന്താണ് ബഡ്ഡിങ്? ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഒരു തരം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. അതായത് കായിക പ്രത്യുൽപാദനത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതിയാണ്. എ ബഡ് ഓഫ് ദ പ്ലാന്റ് ഈസ് ഗ്രാഫ്റ്റഡ്. ബഡ് മീൻസ് ഇവിടെ പൂമൊട്ടല്ല, ആ ചെടിയുടെ കിളുത്ത് വരുന്ന ആ മുകുളം. റോസയൊക്കെ അങ്ങോട്ട് കമ്പൊക്കെ കുഴിച്ച് വെക്കുമ്പം കിളുത്ത് സ്പ്രൗട്ട് ചെയ്ത് വരത്തില്ലേ, ഒരു ഭാഗമുണ്ടല്ലോ, അതാണ് ഇവിടെ എടുക്കേണ്ടത്. അതാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഒട്ടിക്കേണ്ടത്. എവിടെ ഒട്ടിക്കണം? ടു അനദർ സ്റ്റെം ഓഫ് എ പ്ലാന്റ്, വേറൊരു ചെടിയുടെ സ്റ്റെമ്മിലാണ് ഒട്ടിക്കേണ്ടത്. ഓഫ് ദ സെയിം സ്പീസീസ് മീൻസ് ഒരേ വർഗത്തിൽപ്പെട്ട ചെടിയായിരിക്കണം. ഇപ്പം റോസ ചെടിയുടെ ബഡാണ് എടുത്ത് വേറൊരു സ്റ്റെമ്മിൽ ഒട്ടിക്കേണ്ടെങ്കിൽ ആ ചെടി രണ്ടും എന്തായിരിക്കണം? റോസ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഞാൻ ആ റോസ് ബഡൊക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് നോക്കിക്കേ. കണ്ടോ, ബഡ് ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ടോ? ആ റോസക്കമ്പിൽ ഇവിടെ നമ്മൾ ബഡ്ഡിങ് നടത്തി വെച്ചേക്കുക. കണ്ടോ, ആ കിളുത്ത് നിൽക്കുന്ന ഭാഗം കണ്ടോ? അതാണ് ബഡ്. അത് വേറൊരു ചെടിയിൽ നിന്ന് എടുത്ത് ഈ കമ്പിൽ അവരെ ഒട്ടിച്ച് ബഡ്ഡിങ് നടത്തി വെച്ചേക്കുകയാണ്. ഇനി ഞാൻ നടത്തി വെച്ച ഒരു പ്രക്രിയയുടെ ഞാനൊന്ന് കാണിക്കാം. ദേ ബഡ്ഡിങ് കഴിഞ്ഞ് ചെടി ഉണ്ടാകുന്ന വിധം കണ്ടോ? കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഉണ്ടാകുന്ന വിധം. ഇപ്പം ഈ ബഡ്ഡിങ്ങിനെ കുറിച്ചാണ്, ഇങ്ങനെ ഇതൊക്കെ പ്രവർത്തനമൊക്കെ ചെയ്യാം. ഇതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ബഡ്ഡിങ്ങിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഞാൻ തന്നു. വാട്ട് ഈസ് ബഡ്ഡിങ് എന്നുള്ളത്. ഇനി ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ആൻസർ ആക്കി നോക്കാം. അത് നിങ്ങൾ പഠിച്ചു നോക്കണം. വാട്ട് ഈസ് ബഡ്ഡിങ്? ബഡ്ഡിങ് ഈസ് എ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ in which new plantlet is produced by fixing the bud of a plant to another stem of a plant of the same species. അതായത് ബഡ്ഡിങ് ഒരു തരം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്ലെറ്റ് ഈസ് പ്രൊഡ്യൂസ്, അവിടെ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നു. എങ്ങനെ? ബൈ ഫിക്സിങ് ദ ബഡ് ഓഫ് എ പ്ലാന്റ് ടു അനദർ സ്റ്റെം ഓഫ് എ പ്ലാന്റ്. അതായത് ഒരു ചെടിയുടെ ബഡ് എടുത്തിട്ട്, മുകുളം എടുത്തിട്ട് വേറൊരു ചെടിയുടെ സ്റ്റെമ്മിൽ ഒട്ടിച്ചു വെക്കുന്നു. അതെങ്ങനെയായിരിക്കണം? ഓഫ് ദ സെയിം സ്പീസീസ്, ഒരേ വർഗത്തിൽപ്പെട്ട ചെടികളായിരിക്കണം. അപ്പം ഒരു ചെടിയുടെ തണ്ടിൽ നിന്ന് മുകുളം അടർത്തിയെടുത്ത് വേറൊരു ചെടിയുടെ തണ്ടിൽ ഒട്ടിച്ചു വെക്കണം. അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഒരേ തരം ചെടിയായിരിക്കണം. റോസ എടുത്താൽ റോസ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. പേജ് നമ്പർ 11, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കുക. ബഡ്ഡിങ്. ഇൻ ദിസ് മെത്തേഡ് എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. അതായത് ഇവിടെ ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് മീൻസ് രീതി. എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ്, ഇവിടെ എന്താണ് ഒട്ടിക്കുന്നത്? എ ബഡ് എന്താന്നൊക്കെ കണ്ടല്ലോ. ആ ബഡാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഗ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്നത്. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ പകരം. ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്,
ഒരു ബ്രാഞ്ച് അനദർ പ്ലാന്റ് വേറൊരു ചെടിയിൽ ഒട്ടിക്കുന്നതിന് പകരം ഇവിടെ എന്താണ് ഒട്ടിക്കുന്നത്? ഒരു ബഡാണ് ഒട്ടിക്കുന്നത്. എവിടെ ഒട്ടിക്കും ബഡ് എടുത്ത്? ഒരു ചെടിയുടെ തണ്ടിൽ ഒട്ടിക്കും. This method can be used to produce flowers of different colors in the same plant. This method, ഈ രീതി, can be used, ഉപയോഗിക്കാൻ കഴിയും. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക. എന്തിന്? ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുക. എന്തുൽപ്പാദിപ്പിക്കും? ഫ്ലവേഴ്സ് ഓഫ് ഡിഫറൻറ്റ്, എങ്ങനെയുള്ള പൂക്കൾ? ഫ്ലവേഴ്സ് ഓഫ് ഡിഫറൻറ്റ് കളേഴ്സ്, പല കളറുള്ള പൂക്കൾ. എവിടെ? ഇൻ ദ സെയിം പ്ലാന്റ്, ഒരേ പൂവിൽ, ഒരേ ചെടിയിൽ തന്നെ. അതായത് ഒരു റോസ എടുത്തു കഴിഞ്ഞാൽ ആ റോസയിൽ പല കളറുള്ള, ചുമല, വെള്ള, മഞ്ഞ, അങ്ങനെ പല കളറുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ബഡ്സ് ഓഫ് അതർ വെറൈറ്റീസ് ക്യാൻ ബി ഗ്രോൺ ഓൺ ഇൻഡിജിനസ് വെറൈറ്റീസ്. അതായത് ബഡുകൾ ഓഫ് അതർ വെറൈറ്റി, മറ്റു പല വെറൈറ്റി, ക്യാൻ ബി ഗ്രോൺ, കഴിയും. എവിടെ ഗ്രോൺ? വളർത്തുക. എവിടെ വളർത്തും? ഓൺ ഇൻഡിജിനസ് വെറൈറ്റീസ്. അതായത് നാട്ടുചെടി ഉണ്ടല്ലോ, റോസയൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള, ആ ചെടിയിൽ തന്നെ വേറെ ബഡ് റോസയുണ്ട്. ആ ബഡ് റോസയുടെ ബഡ് എടുത്ത് നമ്മുടെ നാട്ട് റോസയിലൊക്കെ, ആ ചെടിയിലൊക്കെ നമുക്ക് അതിൻ്റെ ബഡ് എടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് പുതിയ വെറൈറ്റി ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ, എന്തൊക്കെ പഠിച്ചായിരുന്നു? ലെയറിങ്ങും, 2 തരം ലെയറിങ് പഠിച്ചു. എയറിൽ വെച്ച് നടത്തുന്ന ലെയറിങ്ങും പിന്നെ സോയിൽ വെച്ചു. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ് പഠിച്ചു. ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു എന്നൊക്കെ പഠിച്ചത്? നമ്മൾ സ്റ്റെം എടുത്തിട്ട് വേറൊരു സ്റ്റെമ്മിൽ അല്ലേ സ്റ്റോക്കും സൈനും കൂടെ ഒട്ടിച്ചു വെച്ചു. ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ? ആ രീതിയിലാണ് നമ്മൾ തൈച്ചെടിയെ ഉൽപ്പാദിപ്പിച്ചത്. ഇവിടുന്ന് അതിനും വ്യത്യസ്തമായി അത് 2 സ്റ്റെമ്മുകൾ തമ്മിൽ കൂട്ടി ചേർത്താണ്. ഇവിടെ ഒരു ബഡും, കിളുത്ത് വരുന്ന ഒരു ബഡ്, അതും പിന്നെ വേറൊരു സ്റ്റെമ്മുമായിട്ട് ചേർത്ത് വെച്ച് അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുക. കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? മുല്ലയും പിച്ചിയൊക്കെയാണ് കണ്ടു അല്ലേ, റോസയൊക്കെ കണ്ടു. ഇവിടെ നമ്മളിപ്പം റോസയിൽ നിങ്ങളതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. പിച്ചിയും മുല്ലയൊക്കെ നമ്മൾ ലെയറിങ്ങിലൂടെ, മുല്ലയൊക്കെ ചെയ്ത് കാണിച്ചതല്ലേ? ലെയറിങ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, സീ ഹൗ ബഡ്ഡിങ് ഈസ് ഡൺ. ഇനി എങ്ങനെയാണ് നമ്മുടെ ബഡ്ഡിങ് നടത്തുന്നത്? കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനി എങ്ങനെ നമുക്കത് നടത്താം? എങ്ങനെ ഒരു ബഡ് എടുത്ത് വേറൊരു സ്റ്റെമ്മിൽ ഒട്ടിച്ചു വെക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, കട്ട് ഓഫ് ദ ബഡ് ഫ്രം എ ക്വാളിറ്റി പ്ലാന്റ്. കട്ട് ഓഫ് ചെയ്യുക, മുറിക്കുക. എന്ത് മുറിക്കണം? ബഡ്. ഫ്രം, ഇവിടുന്ന്, എ ക്വാളിറ്റി പ്ലാന്റ്, നല്ല ഗുണമുള്ള ചെടിയിൽ നിന്നായിരിക്കണം ഈ ബഡ് എടുക്കേണ്ടത്. രോഗം ബാധിച്ചൊന്നുമല്ല, നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയിൽ നിന്ന് വേണം എടുക്കാൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? മേക്ക് എ T-shaped cut on the plant on which the bud is to be grafted and leave the bark open. അതായത് മേക്ക്, ഉണ്ടാക്കുക. എന്തുണ്ടാക്കണം? എ T-shaped cut. T ഷേപ്പിൽ ഒരു കട്ട് ചെയ്യണം, ഒരു ഭാഗം. എവിടെ? ഓൺ ദ പ്ലാന്റ്, ഒരു ചെടിയിൽ. ഓൺ വിച്ച് ദ ബഡ് ഈസ് ടു ബി ഗ്രാഫ്റ്റഡ്. ഈ ബഡ് എവിടെയാണോ, ഏത് ചെടിയുടെ സ്റ്റെമ്മിലാണോ ഒട്ടിക്കേണ്ടത് ആ തണ്ടിൽ ഒരു T ഷേപ്പിൽ ഉണ്ടാക്കുക. ലീവ് ദ ബാർക്ക് ഓപ്പൺ. എന്നിട്ട് എന്ത് ചെയ്യണം? ബാർക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. പുറന്തൊലി നല്ലവണ്ണം ഓപ്പൺ ചെയ്ത് വെക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് നോക്കിക്കേ, ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ T-shaped കട്ട് ഓൺ ദ ബാർക്ക്. ഇൻസേർട്ട് ചെയ്യുക, ചേർത്ത് വെക്കുക. ഏത് ചേർത്ത് വെക്കണം? നമ്മളെടുത്ത ബഡ് എവിടെ വെക്കണം? ഇൻ ടു ദ T-shaped കട്ട്. T ഷേപ്പ് നമ്മളൊരു സ്റ്റെം കട്ട് ചെയ്ത് വെച്ചേക്കല്ലേ, ആ T ഷേപ്പിനകത്ത് കൊണ്ട് ഈ ബഡ് ചേർത്ത് വെക്കണം. ആ പുറന്തൊലിക്കകത്ത്, ആ പുറന്തൊലിയുടെ മുകളിൽ. Wrap it in such a way that the bud is exposed. Wrap എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതിയുക. In it, അത് in such a way, വേണ്ട രീതിയിൽ. That the bud is exposed. ബഡ് വെളിയിലോട്ട് നിൽക്കണം. പടമൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അപ്പം ബഡ് വെളിയിലോട്ട് നിൽക്കത്തക്ക വേണം ഇത് പൊതിഞ്ഞ് വെക്കാനായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ,
Cut off the upper part of the stalk when the bud attain proper growth. Cut off the upper part, മുകൾ ഭാഗം. ഈ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യണം. എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്? when the bud attain proper growth. എപ്പോഴാണോ ബഡ് അറ്റൈൻസ് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, പ്രോപ്പർ ഗ്രോത്ത്. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ ഗ്രോത്ത്, വളർച്ച. അനുയോജ്യമായ വളർച്ച നേടിയെടുക്കുമ്പം ഈ സ്റ്റോക്ക് കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്കിൻ്റെ അപ്പർ പാർട്ട് മുറിക്കണം. നോക്കിക്കേ, റോസ് ചെടിയുടെ കണ്ടോ ബഡ് എന്താന്ന് കണ്ടോ? ആ ബഡ് വേറൊരു ചെടിയിൽ നിന്ന് അടർത്തി കൊണ്ടുവന്നിട്ട് ആ ടീ ഷേപ്പിലുള്ള ആ റോസയുടെ ഭാഗം കണ്ടോ? ടീ ഷേപ്പിൽ എടുത്തേക്കുന്ന ആ ഭാഗത്ത് കയറ്റി വെച്ചേക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ആ ബഡ് നിൽക്കുന്നുണ്ടോ? ആ, എന്നിട്ട് ഈ ബാർക്ക് മുറിക്കും. അപ്പർ പാർട്ട് മുറിച്ചിട്ടാണ് അത് സ്റ്റോക്കായിട്ട് വരും. മുറിച്ചിട്ട് അത് വേറെ കിളിപ്പിച്ച് ഒരു തൈച്ചെടി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകൂടെ നോക്കുക ബഡ് എന്താണെന്ന്. നിങ്ങൾ റോസ ചെടിയൊക്കെ ഇനിയും അതൊക്കെ പരിശോധിക്കണം. ബഡ് ഏതാ? പിന്നെ ഒരു ഷേപ്പ്, ടീ ഷേപ്പൊക്കെ ഒരു സ്റ്റെം എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കണം. ഉണ്ടോ? കട്ട് ചെയ്തിട്ട് ഈ ബഡ് കയറ്റി വെച്ച് നമുക്ക് എന്നിട്ട് പ്രോപ്പർ ഗ്രോത്തൊക്കെ വരുമ്പം ഇത് നമുക്ക് ഈ ചെടി കട്ട് ചെയ്ത് മണ്ണിൽ വെച്ച് നമുക്ക് കിളിപ്പിക്കാനായിട്ട് പറ്റും. ഇനി ബഡ്ഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് നോക്കിക്കേ. കണ്ടോ? ഒന്നാമത്തെ പിക്ചർ അവിടെ ഒരു ബഡാണ് ആ കാണുന്നത്. ഉണ്ടോ? ഒരു ഇല പോലെ നമുക്ക് താഴോട്ട് നിൽക്കുന്നത്. അതെന്താണ്? ബഡ്. പിന്നെ ചെടിച്ചട്ടിക്കകത്ത് കണ്ടോ ചെടി കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. ആ ചെടിയുടെ പ്രത്യേകത നോക്കിക്കേ, ടീ ഷേപ്പിൽ കട്ട് ചെയ്തൊരു ഭാഗമുണ്ട് കേട്ടോ ആ സ്റ്റെമ്മിൽ. നോക്കിക്കേ, കണ്ടല്ലോ. അപ്പം ചെടിച്ചട്ടിയിൽ എടുക്കുന്നതിന് എന്താണ് സ്വാഭാവികമായിട്ട് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സ്റ്റോക്കും പിന്നെ ആ ബഡും കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി രണ്ടാമത്തെ പടത്തിലോട്ടൊന്ന് പോയേ. കണ്ടോ? അവിടെ എന്ത് ചെയ്തു? ആ ബഡ് ആ ടീ ഷേപ്പുള്ള സ്റ്റെമ്മിൻ്റെ കണ്ടോ ആ ബാർക്ക് പുറന്തലി കളഞ്ഞ ഭാഗത്ത് വെച്ചേക്കുന്നു. പിന്നെ ആ ബഡ് വെക്കുന്ന പ്രത്യേകതയുണ്ട്. എങ്ങനെ ആയിരിക്കും? എക്സ്പോസ്ഡ് ആയിരിക്കണം. എക്സ്പോസ് എന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ട്, എക്സ്പോസ് ചെയ്യണം, വെളിയിലോട്ട് കാണിച്ചുകൊണ്ടായിരിക്കണം ആ ബഡ് വയ്ക്കേണ്ടത്. കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കിക്കേ. കണ്ടോ? ആ ബഡ് വെളിയിലോട്ട് നിൽക്കുന്ന ഭാഗം കണ്ടോ? എന്നിട്ട് അതെന്ത് ചെയ്തേക്കുന്നു? പോകാതെ പോകാതിരിക്കാനായിട്ട് അത് കെട്ടി വെച്ചിരിക്കുന്നു അല്ലേ? നല്ല ഫിറ്റായിട്ട് കെട്ടി വെച്ചിരിക്കുന്നു. 3 പടവും കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെടി എടുത്തിട്ട്, റോസ ചെടി എടുത്താൽ മതി. വീട്ടിലൊക്കെ സാധാരണയായിട്ട് നമുക്കുണ്ടല്ലോ റോസ. അപ്പോൾ ഒരു ബഡും എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് സ്റ്റോക്കായിട്ട് വേറൊരു റോസ എടുത്തിട്ട് വെച്ചിട്ട് ആ എടുക്കുന്ന ചട്ടിയിൽ റോസയുടെ തണ്ടുണ്ടല്ലോ അതിലൊരു ടീ ഷേപ്പിൽ അതിൻ്റെ പുറന്തൊലി കളഞ്ഞിട്ട് ആ മുകുളം ബഡ് കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഒട്ടിച്ചു വെച്ച് ഇതുപോലെ കെട്ടി വെക്കണം. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. കണ്ടോ? അതുപോലെ ഒരു ബഡ് കൊണ്ടുവന്ന് റോസയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം കെട്ടി വെച്ചേക്കുക. കണ്ടോ? അത് ആ ബഡ് കിളുത്ത് കണ്ടോ? നടുക്ക് നിൽക്കുന്നുണ്ടോ? കിളുത്ത് വരുന്നുണ്ടോ? സ്പ്രൗട്ട് ചെയ്ത് വരുന്നുണ്ടോ? ഒക്കെ പ്ലാസ്റ്റിക് കെട്ടി വെച്ചേക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ? നോക്കിക്കേ. ഉണ്ടോ? അത് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി അല്ലേ ആ ബഡ്. എന്നിട്ട് അത് കിളുത്ത് ഇങ്ങനെ ഇലയൊക്കെ ആയി ആവശ്യത്തിന് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവിടുന്ന് നമ്മൾ ആ സ്റ്റോക്ക് കണ്ടോ ആ പ്ലാസ്റ്റിക്കിൻ്റെ താഴെ കട്ട് ചെയ്യുക. ഉണ്ടോ? കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചട്ടിക്കകത്ത് എവിടെയെങ്കിലും കൊണ്ട് അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് നമുക്ക് കിളിപ്പിക്കാം. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുമോ? ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. ആ പോയിന്റ് പറഞ്ഞില്ലേ സ്റ്റെപ്പ് ആക്ടിവിറ്റിയുടെ, അതിൻ്റെ താഴെയായിട്ട് കിടക്കുന്നത്. ട്രൈ ടു ഗ്രാഫ്റ്റ് ദ ബഡ് ഓഫ് എ റെഡ് റോസ് പ്ലാന്റ് ഓൺ ടു എ വൈറ്റ് റോസ് പ്ലാന്റ്. അതായത് ശ്രമിക്കണം, ട്രൈ ചെയ്യണം. ടു ഗ്രാഫ്റ്റ് ഒട്ടിക്കാനായിട്ട്. എന്തൊട്ടിക്കണം? ദ ബഡ്. എന്തിൻ്റെ? ഒരു റെഡ് റോസിൻ്റെ ബഡ് എടുത്തിട്ട് ഒരു വൈറ്റ് റോസിൻ്റെ സ്റ്റെമ്മിൽ ഒട്ടിക്കണം. A bud of a superior rose variety may be grafted to a native rose variety too. A bud of a superior ഏറ്റവും നല്ല റോസിൻ്റെ വെറൈറ്റിയുടെ
മേ ബി ഗ്രാഫ്റ്റഡ് ഒട്ടിക്കണം ടു എ നേറ്റീവ് റോസ് വെറൈറ്റി. ഇവിടെ നാട്ടിലുള്ള നാട്ടുറോസ ഉണ്ടല്ലോ, ആ നാട്ടുറോസയിൽ നല്ല സുപ്പീരിയർ ആയിട്ട് നല്ല ഗുണമുള്ള ബഡ് റോസയുണ്ട്. അതിൻ്റെ ബഡ് എടുത്ത് നമ്മുടെ നാട്ടു റോസയിൽ ഒട്ടിക്കണം. റൈറ്റ് ഡൗൺ ദ ആക്ടിവിറ്റീസ് സീക്വൻലി ഇൻ യുവർ സയൻസ് ഡയറി. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം, എഴുതണം ആ പ്രവർത്തനം, ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ. സീക്വൻലി എന്ന് പറഞ്ഞാൽ ഓർഡറായിട്ട്, തുടർച്ചയായിട്ട്. ഇൻ യുവർ സയൻസ് ഡയറി, അതിനെതിരെ തുടർച്ചയായിട്ട് നിങ്ങൾ ആ പ്രവർത്തനമെല്ലാം എഴുതി വയ്ക്കണം. ഓക്കെ. Now we are familiar with the different method to produce superior variety of plantlet. അതായത് ഇപ്പോൾ we are familiar, നമുക്ക് പരിചയമായി, ഡിഫറെൻറ്റ് മെത്തേഡ്, പല രീതികൾ, ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ വെറൈറ്റി ഓഫ് പ്ലാന്റ്, നല്ല ഗുണമുള്ള ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന വിധമെല്ലാം പല രീതികൾ നമ്മൾ പഠിച്ചല്ലോ. ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും, ഇപ്പോൾ എന്താ പഠിച്ചത്? ബഡിങ്ങും. എക്സാമിൻ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് എക്സാമിൻ ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ, താഴെ പറയുന്ന ടേബിളിൽ പറയുന്ന വിവരങ്ങൾ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അറിവ്, ആ വിവരങ്ങൾ നോക്കുക. ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ക്വസ്റ്റ്യന് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ നോക്കാം. ആൻസർ ചെയ്യാം. പറയണം. ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, അറിവുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ക്രോപ്പ് ഉണ്ടോ? ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിളവ് ഉണ്ടോ? വെറൈറ്റി 1, വെറൈറ്റി 2, രണ്ട് സെക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെറൈറ്റി 1ൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. ലോങ് ലൈഫ് സ്പാൻ, കൂടുതൽ ജീവിതകാലഘട്ടമുള്ള ചെടിയാണ്. വെറൈറ്റി 2ൽ എന്ത് വരും? ഷോർട്ട് ലൈഫ് സ്പാൻ, കുറച്ച് ജീവിതകാലഘട്ടമേ ഉള്ളൂ. ഇനി ആ വെറൈറ്റി 1 വീണ്ടും നോക്കിക്കേ. ലോ ഈൽഡ്, കുറച്ച് ഈൽഡ്, ഫലവേ കിട്ടത്തുള്ളൂ, വിളവ് കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പുറത്ത് എന്ത് വരും? ഹൈ ഈൽഡ്, കൂടുതൽ വിളവ് കിട്ടും. അടുത്ത നോക്കിക്കേ. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, വെറൈറ്റി 1 നല്ല ആക്റ്റീവായിട്ട് വളരും നമ്മുടെ മണ്ണിൽ. അപ്പറയോ വെറൈറ്റി 2ലോ പൂവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, പൂവറായിട്ടേ വളർത്തുള്ളൂ. ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റ്, ചതഞ്ഞെന്നും പറഞ്ഞ് പതുക്കെ വളരും, വളർന്നു. അടുത്തത് ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, ഏറ്റവും ഉയർന്നതാണ്. റെസിസ്റ്റൻസ്, പ്രതിരോധമുണ്ട്. ആരോട്? രോഗങ്ങളോട്. അഗെയിൻ ആ ടേബിളിലെ വെറൈറ്റി 2 ഒന്നുകൂടെ നോക്കിക്കേ. ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, ആ സെൻറ്റൻസിൽ എന്താണ് പറയുന്നത്? ലോ റെസിസ്റ്റൻസ്, ലോ എന്ന് പറഞ്ഞാൽ കുറവ്, റെസിസ്റ്റൻസ് പ്രതിരോധം, ടു ഡിസീസ് എന്തിനോട്? രോഗങ്ങളോട്. ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ. അപ്പം രോഗം വന്നാൽ അത് പെട്ടെന്ന് ആ ചെടിക്ക് പിടിക്കും. അതാണ് രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ആ ചെടിക്ക് കഴിവില്ലായിരിക്കും. ഓക്കെ. അടുത്ത വെറൈറ്റി വേണം നോക്കിക്കേ. ലാസ്റ്റ് സെൻറ്റൻസ്, നീഡ്സ് ലെസ് നർച്ചറിങ്. നീഡ്സ് ആവശ്യങ്ങൾ വളരെ കുറവായിരിക്കും. നർച്ചറിങ് പരിപാലനം, അതായത് പരിപാലനം ഇവിടെ വളരെ കുറച്ച് മതി. ഈ ചെടി അത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. അതാണ്. വെറൈറ്റി 2ലാണെങ്കിലോ നീഡ്സ് മോർ നർച്ചറിങ്, നീഡ്സ് ആവശ്യങ്ങൾ എന്നാണ്. മോർ കൂടുതൽ, നർച്ചറിങ് പരിപാലനയുടെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെറൈറ്റി 1ലും വെറൈറ്റി 2ലും നമ്മൾ കണ്ടത്. അപ്പം കൂടുതൽ ഗുണങ്ങൾ എവിടെയാണുള്ളത് ഒന്ന് ശ്രദ്ധിച്ചേ. എവിടെയാണ് ഉള്ളത്? വെറൈറ്റി 1ലാണ് അല്ലേ. അതായത് ലോങ് ലൈഫ് സ്പാൻ ഉണ്ട്, പിന്നെ ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, നീഡ്സ് ലെസ് നർച്ചറിങ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഗുണമുള്ളതാണ് അല്ലേ. നമുക്ക് വേണ്ടാത്ത ഏതാണ്? ലോ ഈൽഡ്, വളരെ കുറച്ച് ഫലമേ കിട്ടുന്നുള്ളൂ. അത് മാത്രമാണ് ഒരു മൈനസ് പോയിന്റ് ആയിട്ട് കിടക്കുന്നത്. വെറൈറ്റി 2ൽ വരുമ്പം അതെല്ലാം ഷോർട്ട് ലൈഫ് സ്പാൻ, അതൊരു മൈനസ് പോയിൻ്റാണ്. ഹൈ ഈൽഡ് അത് നമുക്ക് വേണ്ട കാര്യമാണ് അല്ലേ. പിന്നെ മറ്റേതും പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, അത് വേണ്ടാത്ത ഒരു സ്വഭാവമാണ്. ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗങ്ങളെ പ്രതികരിക്കാനായിട്ടുള്ള കഴിവ് കുറവാണ്, അത് നമുക്കിവിടെ വേണ്ട. നീഡ്സ് മോർ നർച്ചറിങ്, കൂടുതൽ പരിപാലനം വേണം, അത് നമുക്ക് വേണ്ട. അപ്പം നമുക്ക് ഈ ആവശ്യമുള്ള ഇപ്പുറത്തെ വെറൈറ്റി 1ൽ ഒരു 4 നമുക്ക് വേണം. അപ്പുറയും നമുക്ക് വേണ്ടത് ഹൈ ഈൽഡുമാണ്.
ഇത് ഇത്തരം കാര്യങ്ങൾ, ഈ വേണ്ട നല്ല ഗുണങ്ങളെല്ലാം നമുക്ക് ചേർത്ത് ആ പുതിയ തൈച്ചെടിയിൽ വരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തരികയാണ്. ആ ക്വസ്റ്റ്യൻ അതിന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ ആൻസേഴ്സ് കണ്ടെത്തിയാലോ. ആ ടേബിൾ ഉണ്ടല്ലോ, വെറൈറ്റി 1 വെറൈറ്റി 2. അതിൻ്റെ ചുവട്ടിലായിട്ട് കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ 2 വെറൈറ്റീസ്. ആ 2 വെറൈറ്റീസിൻ്റെയും പ്രത്യേകതകൾ പരിശോധിക്കുക. What are the methods that can be adopted to produce good sapling with the qualities of both the varieties? What are the methods? ഏത് രീതിയാണ് that can be adopted? അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്വീകരിക്കുക. എന്തിന്? ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കാൻ. ഉൽപ്പാദിപ്പിക്കാൻ? ഗുഡ് സാപ്ലിംഗ്, നല്ല തൈച്ചെടികൾ. എങ്ങനെയായിരിക്കണം? വിത്ത് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ വെറൈറ്റീസ്, രണ്ടിൻ്റെയും നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് 2 വെറൈറ്റീസും, വെറൈറ്റീസ് 1 ഗുഡ് ക്വാളിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. വെറൈറ്റി 2 ഗുഡ് ക്വാളിറ്റി ഏതായിരുന്നു? ഹൈ ഹീൽഡ് അല്ലേ? ഇതെല്ലാം കൂടെ നമുക്ക് കണക്ട് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. Again we can read that question. What are the methods that can be adopted to produce good sapling with the qualities of both the varieties? ആൻസർ എന്താണ്? ഏതൊക്കെ രീതികളിലൂടെ നമുക്ക് ഈ നല്ല വെറൈറ്റീസിനെ ഉൽപ്പാദിപ്പിക്കാം? നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആൻസേഴ്സ് ബഡ്ഡിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. ബഡ്ഡിങ് വഴിയും ഗ്രാഫ്റ്റിംഗ് വഴിയും നമുക്ക് നല്ല ഗുണമുള്ള ചെടികളെ ഉൽപ്പാദിപ്പിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്റ്റഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ആസ് സയോൺ? ഏത് വെറൈറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് സ്റ്റോക്കായിട്ടും ആൻഡ് ഏത് വെറൈറ്റിയാണ് സയനായിട്ടും എടുക്കുന്നത്? നമ്മൾ വെറൈറ്റി 1 വെറൈറ്റി 2 കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏതായിരിക്കും സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അതിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത് അല്ലേ? അതിൻ്റെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ ചെടി ഉണ്ടാക്കുന്നത് അല്ലേ? തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റോക്കിൽ നിന്നാണ്. മറ്റേ സയനുമായിട്ട് ചേർത്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പം ഏതായിരിക്കണം ഇവിടെ സ്റ്റോക്കായിട്ട് എടുക്കുന്നത്? കൂടുതൽ ഗുണങ്ങളുള്ളത് എവിടെയാണ്? വെറൈറ്റി 1 നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ആ ലോ ഈൽഡ് മാത്രമേ അവിടെ വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം അവിടെ വേണ്ടതാണ്. അപ്പം നമ്മളിവിടെ സ്റ്റോക്ക് ആയിട്ട് എടുക്കേണ്ടത് ആൻസർ എന്താണ്? വെറൈറ്റി 1. ആൻഡ് വിച്ച് വൺ ആ സയനായിട്ട് എടുക്കേണ്ടതാണ് വെറൈറ്റി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്റ്റഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ആസ് സയൻ? ഇത് ഏത് വെറൈറ്റിയാണ് സ്റ്റോക്കായിട്ട് എടുക്കേണ്ടത്, ഏത് വെറൈറ്റി ആയിട്ട് സൈനായിട്ട് എടുക്കേണ്ടത്? ഏതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്? ഈ ടേബിളിനെ ആസ്പദമാക്കിയാണ്, അറിയാമല്ലോ. അപ്പോൾ ഏതാണ് ഇവിടെ സ്റ്റോക്കായിട്ട് എടുക്കേണ്ടത്? വെറൈറ്റി 1. എന്തുകൊണ്ടാണ്? വെറൈറ്റി 1 എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളതല്ലേ? എന്താണ്? കൂടുതൽ കാലഘട്ടം ജീവിച്ചിരിക്കും, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ മണ്ണിൽ വളരും, പിന്നെ രോഗങ്ങളോട് നല്ല റെസിസ്റ്റൻസ് ആണ്, പിന്നെ നീഡ് ലെസ് നർച്ചറിങ്, കുറവ് പരിപാലനം മതി, അത് തന്നെ അങ്ങ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തോളും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വേണം. പിന്നെ നമുക്ക് അപ്പുറയിൽ നിന്ന് ഒരു കാര്യം കൂടെ വന്നാൽ മതി, ഹൈ ഈൽഡ് അല്ലേ? വെറൈറ്റി 2. അപ്പോൾ ഇവിടെ ഏതാ എടുക്കേണ്ട സ്റ്റോക്കായിട്ട്? വെറൈറ്റി 1. ക്ലിയർ ആയല്ലോ. സയനായിട്ട് എടുക്കേണ്ട ഏതാണ്? സയനായിട്ട് എടുക്കേണ്ടത് വെറൈറ്റി 2. അതിലൊരു ഗുണം മാത്രം നമുക്ക് കിട്ടിയാൽ മതി, ഹൈ ഈൽഡ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം കിട്ടണം, ആ ഒരു സ്വഭാവം കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ സയൻ ആയിട്ട് വെറൈറ്റി 2 എടുക്കുക. ഓക്കെ. Third question, what would be the qualities of the plant formed by combining the 2 varieties? Question മനസ്സിലായോ? നമുക്ക് നോക്കാം. What would be the qualities? എന്തൊക്കെയായിരിക്കും? Qualities means ഗുണങ്ങൾ. Of the plant, എന്തിൻ്റെ ഗുണങ്ങൾ? ചെടികളുടെ. Formed, ഉണ്ടായി. By combining എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. The 2 varieties, അതായത്
ഈ രണ്ട് വെറൈറ്റീസും കൂടെ കൂട്ടിച്ചേർത്തുണ്ടാകുന്ന ആ ചെടി ഉണ്ടല്ലോ, പുതിയ ചെടി, അതിൻ്റെ ഗുണങ്ങൾ, അതിന് പിന്നീട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. Once again we can read that question and answer. What would be the qualities of the plant formed by combining the two varieties? Answers: high yield, അതായത് ഒത്തിരി yield, വിളവ് കിട്ടും. അടുത്തത് ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ സോയിലിൽ നല്ലവണ്ണം വളരും. ഗീവ്സ് ഈൽഡ് ക്വിക്കിലി, ഗീവ്സ് എന്ന് പറഞ്ഞാൽ തരും, തരിക, എന്തോ തരും? ഈൽഡ്, വിളവ്. ക്വിക്കിലി, പെട്ടെന്ന് നമുക്ക് ഫലം എടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ്, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, ഹൈ റെസിസ്റ്റൻസ് ആണ്, പ്രതിരോധം വളരെ കൂടുതലാണ്. എന്തിനോട്? ടു ഡിസീസ്, രോഗങ്ങളോട്. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഈ സസ്യത്തിന് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ രണ്ട് വെറൈറ്റീസും കൂടെ കൂട്ടിച്ചേർത്ത് പുതിയൊരു തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മുടെ മണ്ണിൽ നല്ലവണ്ണം വളരും, നല്ല ഈൽഡ് കിട്ടും, അതുപോലെ ഫലം പെട്ടെന്ന് നമുക്ക് തരും, പിന്നെ രോഗപ്രതിരോധ ശേഷിയും വളരെ കൂടുതൽ. ഹലോ കൂട്ടുകാരെ, ഈ കളർഫുള്ളായ ഈ പൂവ് നോക്കിക്കേ, ഇത്ര ഭംഗിയല്ലേ? ഏത് ചെടിയാണെന്നറിയാമല്ലോ, റോസ് അല്ലേ? ഇതൊരാൾ ബഡ്ഡിങ് എന്ന പ്രവർത്തനത്തിലൂടെ ഉൽപ്പാദിപ്പിച്ചതാണ്. നിങ്ങളും ഇതുപോലെ ഒരു ചെടി ഉൽപ്പാദിപ്പിക്കണം. ഇതുപോലെ കളർഫുള്ളായ പുഷ്പങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം. ഇത് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, അന്നെന്നുള്ളത് നിങ്ങൾ സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കണം. ഓക്കെ, അപ്പം പാഠം നല്ലതുവണ്ണം വായിക്കണം, വാക്കുകളൊക്കെ പലവട്ടം എഴുതി പഠിക്കണം. പ്രത്യേകിച്ചും തന്ന ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മനസ്സിലാക്കി വേണം എഴുതി പഠിക്കാൻ. അതിനുശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. എല്ലാവരും സുരക്ഷിതരായിരിക്കണേ. ബൈ.